ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ളോഗ്. നമ്മൾ ആൽമസ്കറ്റ് ഫാമിലി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും പിന്നെ പറയാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. സമയം 10:13 നമ്മളപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കിച്ചും അവളും കൂടെ വരുന്നുണ്ട്. ഒരാൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അവളുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്, നടത്തം. പിന്നെ ഇപ്പോൾ ഇതാണ് പരിപാടി, നടക്കുക, കുറച്ച് കഴിയുമ്പോൾ വീഴുക. ഇപ്പം നടക്കാൻ തുടങ്ങിയ കാരണം ഇതാണ് പ്രശ്നം അവളുടെ, എപ്പോഴും വീഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും അളിയൻ വന്നിട്ടുണ്ട്, കിച്ചു ഉണ്ട്, പിന്നെ കൊച്ചുണ്ട്, ബാക്കി അമ്മയും ചേച്ചിയും കൂടെ വീട് കൂട്ടി ഇപ്പോൾ ഇറങ്ങി വരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു പടം കാണാൻ പോവാണ്. അപ്പോൾ പടം കാണാൻ പോകുന്നതിൻ്റെ വ്ളോഗാണ് ഇത്. നമ്മളപ്പോൾ അമ്മ വന്നിട്ടുണ്ട്, ചേച്ചി അവിടെ നടന്നു വരുന്നുണ്ട്. നമ്മളപ്പോൾ ഇനി കാറിൽ കയറുന്നു, നേരെ പോകുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ട്, അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ കാർ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിത് ടിക്കറ്റ് എടുക്കാൻ പോയതിൻ്റെ ഒരു വ്ളോഗ് നമ്മുടെ വ്ളോഗ് ചാനലിൽ വരുന്നുണ്ട്. അപ്പം ടിക്കറ്റ് എടുക്കാൻ പോയ വരെയുള്ള വ്ളോഗ് അതിൽ വരും. അത് കഴിഞ്ഞിട്ടുള്ള സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കാറിൽ കയറി പോവുകയാണ്. കണ്ട അമ്മയും കൊച്ചും കൂടെ ഇവിടെ ഇരിക്കുന്നു, ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. നമ്മളെല്ലാവരും കൂടെ അങ്ങനെ പോകുകയാണ്. ഈ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. ഈ വാതികപ്പുറത്തുനിന്ന് കുറച്ച് പോയി കഴിഞ്ഞ് തിയേറ്ററാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വലിയ ഗംഭീര തിയേറ്ററൊന്നുമില്ല. ഇവിടുത്തെ നമ്മുടെ ഭാഷ പറഞ്ഞ ലോക്കൽ തിയേറ്ററാണ്, മീൻസ് കുടുസൊരു തിയേറ്ററാണ്, കുഞ്ഞു തിയേറ്ററാണ്. ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. സോ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ കണ്ടാണ് വലിയ ഗംഭീര തിയേറ്ററൊന്നുമല്ല. ഇവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് വല്ല പൈസ കിട്ടുമോടാ ഒരു മനസ്സ് ടീം ജയിച്ച? ഇല്ലമ്മ, അമ്മ എന്തോരം പേരാ കളിക്കുന്ന അറിയോ. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിയുടെ ദിവസം. ഞങ്ങളുടെ സ്റ്റാഫിന്റെ പകുതി അങ്ങനെ ചർച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വരുത്തിയേ എന്താ മിണ്ടാണ്ടിരിക്കണമെന്ന് ആൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കിച്ചു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള സംസാരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവൻ ക്രിക്കറ്റ് കളിക്കാനും ഇവിടുത്തെ ക്രിക്കറ്റ് ടീമിലൊക്കെ ഉണ്ട്. അപ്പോൾ കളിക്കാൻ പോകുന്നതുകൊണ്ട് എന്തായാലും കിട്ടുമെന്ന് ചോദിച്ചാണ്. അവൻ പറഞ്ഞൊരു നമ്മൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് അവൻ പോകുന്നത്. അതിനെപ്പറ്റിയുള്ള ചർച്ചയായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പുറത്തോട്ടുള്ള കാഴ്ച നോക്കി. അപ്പോൾ ഈ ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. 5 ടിക്കറ്റ് ഉണ്ട്, നമ്മൾ 5 പേര് ഉണ്ട്, അത് കാരണം 5 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ തിയേറ്ററിനെ പറ്റി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൂടിക്കാഴ്ച ഒരു തിയേറ്ററാണ്. പിന്നെ ഇവിടെ വലിയ മാളുകൾ, നമ്മുടെ മാളുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ മറ്റേ ഡോൾബി അറ്റ്മോസ് മറ്റേ മൾട്ടിപ്ലക്സൊക്കെ ഉണ്ട്. ഇതൊരു കുഞ്ഞു തിയേറ്ററാണ്. നമ്മളപ്പോൾ ഈ തിയേറ്ററിലേക്ക് കയറുന്ന വഴിയാണ് ഈ കണ്ടത്. ഇത് പാർക്കിങ്ങിനകത്തേക്കാണ് കയറുന്നത്. പിന്നെ ഇവിടെ വീഡിയോ ക്യാമറ പ്രൊഹിബിറ്റഡാണ്. ഞാൻ നേരത്തെ നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ വന്നെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ വന്നപ്പോഴത്തേക്കും ഞാൻ അകത്തെ വിഷ്വൽസ് എടുക്കാമെന്ന് വിചാരിച്ച് വ്ളോഗ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ ടിക്കറ്റ് കൗണ്ടറിരുന്ന പുള്ളി, അതൊരു ഒമാനി ആയിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇവിടെ വീഡിയോ എടുക്കുന്ന കുറ്റകരാന്ന് ഏതാണ്ടൊക്കെ ഈ പുള്ളി അറബിയിലേതാണ്ട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചു എന്നോട്, സീനാണ് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും പോയി പടം കണ്ടിട്ട് വരാം. അങ്ങനെ പടം തുടങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞിട്ട് ഇറങ്ങട്ടെ ഗൈസ്. 1:10 നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു റിവ്യൂ എടുത്തേക്കാം, വെറുതെ ഒരു പാതിരാത്രിക്ക് 1 മണിക്കുള്ള റിവ്യൂ. എങ്ങനെയുണ്ടായിരുന്നു പടം? ഇങ്ങനെയൊക്കെ നീതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു? ഓ മൈ ഗാഡ്, ദ പോയിന്റിംഗ് ഓഫ് യുവർ ആണ്. ലോക്കൽസിന് ഇഷ്ടപ്പെട്ടോ ഗൈസ്? അപ്പോൾ നമ്മൾ പബ്ലിക് റിവ്യൂ എടുത്തിട്ട് വീട് പിടിക്കാൻ പോവാണ്. അപ്പോൾ പടത്തിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ സുരേഷ് ഗോപി ആസ് എ കേന്ദ്രമന്ത്രി പുള്ളി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഈ പടത്തിൽ പറയുന്നത് മെയിനായിട്ട്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് കഥയുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എവിടേക്കും ഈ കഥ മാറിപ്പോകുന്നുണ്ട്. അതായത് കഥയിൽ കൂടെ ആദ്യം വരും, പിന്നെ ഇടയ്ക്ക് എന്തോ വെട്ടിക്കയറ്റി കൊടുത്തൊരു സീൻ കയറി വന്നിട്ട് വേറെ എങ്ങോട്ടോ പോകും. നമ്മളെന്തായാലും കാറിലേക്ക് പോകണം, എന്നിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. എന്തായാലും കാർ കയറട്ടെ. അങ്ങനെ നമ്മൾ കാറ് കയറി കിച്ചിരിക്കുന്നു, അമ്മ ഇവിടെ ഇരിക്കുന്നു. കണ്ട ഒരുത്ത് നല്ല ഉറക്കമായി, തിയേറ്ററിൽ കിടന്ന് നമ്മൾ ഉറങ്ങുകയായിരുന്നു പകുതിക്ക് വെച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ ഒരു ബേസ്മെൻറ്റ് ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അതായത് കഥയുണ്ട്, ആ കഥയോടെ കുറച്ച് വന്നിട്ട് പിന്നെ എന്തോ ഒരു കട്ടഡ് സീൻ പോലെ, അതായത് പകുതി കഴിച്ച് സീൻ കട്ടായി, പിന്നെ വേറെ എങ്ങോട്ടോ പോകും, പിന്നെ ആ സീനിലേക്ക് തിരിച്ചു വരും, പിന്നെയും കട്ടായി പോകും. ഇതാണ് സംഭവത്തിൽ മൊത്തത്തിൽ നടക്കുന്നത്. അതായത് ബേസ്മെൻ്റ് ഇല്ല, ഒരു കഥ ഇങ്ങനെ പോകുന്നുണ്ട്, ഇടയ്ക്ക് കുറച്ച് സീൻ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ പഴയ സുരേഷ് ഗോപിയുടെ ഇംഗ്ലീഷ് രഞ്ജി പണിക്കർ സിനിമയിൽ കാണുന്ന മാസ് മസാല ഡയലോഗുകളുണ്ടല്ലോ, മോഹൻ തോമസിൻ്റെ ഇഷ്ടം, ആ സെറ്റപ്പിലാണ് ഡയലോഗുകളെല്ലാം പോകുന്നത്. പിന്നെ ഫൈറ്റ് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ മറ്റേ എനിക്ക് എന്താണ്
ഒരു മറ്റേ ശോഭനയായിട്ടുള്ള പടം ഉണ്ടല്ലോ, ആ പടത്തിനകത്ത് ഫൈറ്റ് ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഫൈറ്റ് എന്തോ പോലെ. എനിക്ക് ഫൈറ്റ് അങ്ങോട്ട് അത്ര സുഖിച്ചില്ല. നമ്മൾ ആ പടത്തിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. മറ്റേ ദുൽഖറൊക്കെ ഉള്ള പടം, ആ പടത്തിനകത്തൊരു ഫൈറ്റ് ഉണ്ട്, അത് ഓക്കെ. പക്ഷേ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ഫൈറ്റ് ഒരുമാതിരി ബോറാക്കി കളഞ്ഞു. അതുപോലെ പാപ്പൻ്റെ സിനിമയ്ക്കകത്ത് പുള്ളിയുടെ ഈ എടുത്തിറങ്ങി, അതിനകത്തും ഫൈറ്റ് ഓക്കെയാണ്. നമ്മളപ്പോൾ അതേ വീടെത്തിയിട്ടുണ്ട്. ബാക്കി ഞാൻ എന്തായാലും പറയാം. സമയം 1:30 ആയി വരുന്നുണ്ട്. അളിയൻ കാറിടാൻ പോകുന്നുണ്ട്, ചേച്ചിയും കൊച്ചും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി എന്തായാലും പിന്നെ പറയാം. ഞാനപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പുറത്തോട്ട് മാറി നിന്ന് വീടെടുത്തുകൊണ്ട് കിരട്ടത്ത് നിന്ന്. സമയം എത്ര മണിയാണെന്ന് വെച്ചില്ല, 1:25, അത് 1:30 വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പടത്തിനെ പറ്റി പറയാനുള്ള. ഫൈറ്റ് ഒരു രീതിയിൽ നല്ല രീതിയിൽ അങ്ങോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളിയുടെ മറ്റേ പാപ്പനകത്ത് അള്ളിയെടുത്തിറങ്ങി ഗരുഡൻ, ആ പടത്തിനകത്തൊക്കെ എനിക്ക് ഗരുഡൻ ഇഷ്ടപ്പെട്ടു, പാപ്പനും ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഫൈറ്റ് പുള്ളിയുടെ ഓക്കെയാണ്. പക്ഷേ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഈ വയ്യാത്ത ഒരാളെ കൊണ്ട് പരിപാടി ചെയ്യിക്കുന്ന പോലെ. അതുപോലെ ബൈജു, പുള്ളിക്കൊരു ഫൈറ്റ് സീനുണ്ട്, പക്ഷേ പുള്ളിയുടെ ഫൈറ്റ് സീൻ ഇതിനകത്തൊരുമാതിരി വേച്ച് കെട്ടിയ പോലെ ഇരിക്കുന്നു. പുള്ളിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഫൈറ്റ് കൊറിയോഗ്രാഫി ഇത്തിരി മോശമായിപ്പോയി. അത്ര ഉള്ള എനിക്ക് പടത്തിനെ പറ്റി പറയാനുള്ള. പടം കിടിലൻ അല്ല, എന്നാലും ഒരു ആവറേജ് കണ്ടിരിക്കാൻ പറ്റുന്ന പടം. പിന്നെ ഇപ്പോഴത്തെ കറണ്ട് കുറച്ച് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സോ അതൊക്കെയാണ് മെയിനായിട്ട് ഈ പടത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പം ജസ്റ്റ് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം പറയുക, കാണാത്തവർ പോയി കണ്ടു നോക്കാം. നിർബന്ധിക്കുന്നൊന്നുമില്ല, കണ്ടു നോക്കുന്നവർക്ക് കണ്ടു നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടുകയില്ല പടം. കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഇടയ്ക്കായിപ്പോയി. ആ രീതിയിലാണ് പടം പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. വലിയ ബഹളമൊന്നും ഇല്ലെങ്കിലും ഒരു ആവറേജ് മസാല സുരേഷ് ഗോപി പടം, അത്രേ ഉള്ളൂ. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങട്ടെ, വെളിവും ബോധമൊന്നുമില്ല, കണ്ണൊക്കെ അടഞ്ഞടഞ്ഞു പോകുന്നു. 1:30 വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കിടന്നുറങ്ങാറില്ല. എന്തായാലും പുറത്ത് പോയിട്ട് വന്നുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ഉറക്കം ക്ഷീണം. അല്ലെങ്കിൽ ഞാൻ ഈ 2 മണി വരെ ഫോണും വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, പുറത്ത് പോയിട്ട് വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല, ആ സിനിമ കണ്ടുകൊണ്ട് അത്ര നേരം അവിടെ ഇരുന്നുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ നമ്മുടെ ബാക്കി ഇതിന് മുമ്പത്തെ വ്ളോഗ് കാണുന്നവർ എല്ലാവരും നമ്മുടെ വ്ളോഗ് വിസാഡ് വ്ളോഗ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് പോവുക. ഇത് ഫാമിലി ബേസ്ഡ് കണ്ടൻറ്റാണ് ഇതിൽ വരുന്നത്. നമ്മുടെ മാത്രമുള്ള വ്ളോഗുകൾ നമ്മുടെ വ്ളോഗ് ചാനലിൽ വരുന്നുണ്ട്. സോ ബേസിക്കലി നമുക്കിപ്പോൾ 3 ചാനലുണ്ട്. ഡാർക്ക് സൈഡ് വെയിറ്റ് എന്ന് പറഞ്ഞ ഗെയിമിംഗ് കണ്ടൻറ്റ് പോകുന്നൊരു ചാനൽ, അതുകൂടാതെ വ്ളോഗ് ചാനലുണ്ട്, പിന്നെ ഈ ഒരു ചാനൽ. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഗൈസ്.